സൂക്ഷിക്കണം. കുട്ടികളുടെ കാര്യം നോക്കണം, അമ്മമാരുടെ കാര്യം നോക്കണം. ഇപ്പൊ അംഗനവാടിക്കാർക്ക് ഒരു പുതിയ ജോലിയും കൂടി ഉണ്ടെന്നറിയോ? രാജ്ഭവന്റെ മുമ്പ് പോയി അവർ ആശാ വർക്കർമാരായി അഭിനയിക്കണം. ഇതുവരെ അംഗനവാടിക്കാർ ഈ ജോലി ചെയ്യണ്ടായിരുന്നു അല്ലേ? അവര് അംഗനവാടിക്കാര് രാജ്ഭവന്റെ മുമ്പിൽ പോയിട്ട് ഈ പറഞ്ഞ ജോലിയെല്ലാം ചെയ്ത് 44 രജിസ്റ്ററിൽ സൂക്ഷിച്ച് ഒരു പൊട്ട ഫോണാ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫോണുണ്ടോ? ഇല്ലയോ? അതിന്റെ വിശദാംശം കൂടെ പറയും, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് ഈ പുതിയ ജോലി ചെയ്യണം. എന്താണ്? ആശാ വർക്കറായി രാജ്ഭവന്റെ മുമ്പിൽ പോയിട്ട് അഭിനയിക്കണം. മനുഷ്യത്വരഹിതരായി പെരുമാറുന്ന ഒരു സർക്കാർ. ഇന്നലെ ഞാൻ കൊല്ലത്ത് കളക്ടറേറ്റിന് മുമ്പിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയി. ആരുടെ സമരം നിങ്ങൾക്ക് അറിയോ? സാധാരണ പക്ഷേ കേരളത്തിലെ പാചക തൊഴിലാളികളുടെ സമരം. നമ്മുടെ കൊച്ചുങ്ങൾക്ക് വെച്ചു കൊണ്ടി കൊടുക്കുന്ന ആ പാവപ്പെട്ട അമ്മമാർക്ക് 3 മാസമായി സർക്കാർ ശമ്പളം കൊടുത്തിട്ട് പാചക തൊഴിലാളിക്ക് 3 മൂലം വരുമെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആരാണ് ഇത് ആഗ്രഹിക്കുന്നത്? ശമ്പളം കിട്ടാത്ത പാചക തൊഴിലാളിയോ, ആനുകൂല്യം കിട്ടാത്ത ആശാ വർക്കറോ, ശമ്പളം കിട്ടാത്ത അംഗനവാടിക്കാരനോ? ആരാഗ്രഹിക്കുകയാണ്?